ഹായ് മക്കളെ, സ്വദേശ് ക്വിസ് സബ് ജില്ലാ തലത്തിലേക്കുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ടീച്ചറുടെ സൗണ്ട് അത്ര ഓക്കെ അല്ല, അതുകൊണ്ടാണ് വീഡിയോ അത്ര ലേറ്റായി പോയത്. പറ്റുമെങ്കിൽ ഇന്നും നാളെയുമായി 2-3 വീഡിയോസ് ഇടാം കേട്ടോ. ചോദ്യം 1. ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് ഏത് വർഷമാണ്? ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1950 ജനുവരി 24. ചോദ്യം 2. ജനഗണമനയുടെ ആദ്യത്തെ പേര് എന്തായിരുന്നു? ജനഗണമനയുടെ ആദ്യത്തെ പേര് എന്തായിരുന്നു? ഉത്തരം ഭാരത വിധാത. ചോദ്യം 3. ദേശീയ ഗാനം ആലപിക്കാൻ എത്ര സമയം എടുക്കണം, അല്ലെങ്കിൽ എത്ര സമയം വേണം? ദേശീയ ഗാനം ആലപിക്കാൻ എത്ര സമയം വേണം? ഉത്തരം 52 സെക്കൻഡ്. ചോദ്യം 4. ഏതു ഭാഷയിലാണ് നമ്മുടെ ദേശീയ ഗാനം രചിക്കപ്പെട്ടിരിക്കുന്നത്? ഏതു ഭാഷയിലാണ് നമ്മുടെ ദേശീയ ഗാനം രചിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ബംഗാളി. ചോദ്യം 5. ദേശീയ ഗാനമായ ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? ദേശീയ ഗാനമായ ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? ഉത്തരം ശങ്കരാഭരണം. ചോദ്യം 6. രവീന്ദ്രനാഥ ടാഗോർ തയ്യാറാക്കിയ ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ ഏത് പേരിൽ അറിയപ്പെട്ടു? രവീന്ദ്രനാഥ ടാഗോർ തയ്യാറാക്കിയ ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ ഏത് പേരിൽ അറിയപ്പെട്ടു? ഉത്തരം മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ചോദ്യം 7. ജനഗണമനയ്ക്ക് ഇപ്പോഴുള്ള സംഗീതം നൽകിയത് ആരാണ്? ജനഗണമനയ്ക്ക് ഇപ്പോഴുള്ള സംഗീതം നൽകിയത് ആരാണ്? ചോദ്യം 8. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? ഉത്തരം തത്വബോധിനി. ചോദ്യം 9. ദേശീയ ഗീതമായ വന്ദേമാതരം അംഗീകരിച്ച വർഷം എന്നാണ്? ദേശീയ ഗീതമായ വന്ദേമാതരം അംഗീകരിച്ച വർഷം എന്നാണ്? ഉത്തരം 1950 ജനുവരി 24. ചോദ്യം 10. വന്ദേമാതരം രചിച്ചത് ആരാണ്? വന്ദേമാതരം രചിച്ചത് ആരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ചോദ്യം 11. വന്ദേമാതരം ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? വന്ദേമാതരം ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ദേശ് രാഗത്തിൽ. ചോദ്യം 12. വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ആരാണ്? വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ആരാണ്? ഉത്തരം ജദുനാഥ് ഭട്ടാചാര്യ. ചോദ്യം 13. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ് വന്ദേമാതരം എടുത്തിട്ടുള്ളത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ് വന്ദേമാതരം എടുത്തിട്ടുള്ളത്? ഉത്തരം ആനന്ദമഠത്തിൽ നിന്ന്. ചോദ്യം 14. ആനന്ദമഠം നോവൽ പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്? ആനന്ദമഠം നോവൽ പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്? ഉത്തരം 1882. ചോദ്യം 15. വന്ദേമാതരം ഏത് ഭാഷയിലാണ് രചിച്ചത്? വന്ദേമാതരം ഏത് ഭാഷയിലാണ് രചിച്ചത്? ഉത്തരം ബംഗാളി. ചോദ്യം 16. വന്ദേമാതരം ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതാണ്? വന്ദേമാതരം ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതാണ്?
ഉത്തരം 1896 കൊൽക്കത്ത സമ്മേളനം. ചോദ്യം 16. വന്ദേമാതരം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? വന്ദേമാതരം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ഉത്തരം അരവിന്ദ ഘോഷ്. ചോദ്യം 17. വന്ദേമാതരം തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? വന്ദേമാതരം തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി. ചോദ്യം 18. ഏത് ഹൈന്ദവ ദൈവത്തെയാണ് വന്ദേമാതരത്തിൽ പരാമർശിച്ചിരിക്കുന്നത്? ഏത് ഹൈന്ദവ ദൈവത്തെയാണ് വന്ദേമാതരത്തിൽ പരാമർശിച്ചിരിക്കുന്നത്? ഉത്തരം ദുർഗ. ചോദ്യം 19. വന്ദേമാതരം ആലപിക്കാൻ എത്ര സമയമെടുക്കും? വന്ദേമാതരം ആലപിക്കാൻ എത്ര സമയം എടുക്കും? ഉത്തരം 65 സെക്കൻഡ്. ടാഗോർ ഈണം പകർന്ന വന്ദേമാതരം ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്തത് എന്നാണ്? ടാഗോർ ഈണം പകർന്ന വന്ദേമാതരം ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്തത് എന്നാണ്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. ചോദ്യം 21. ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ചോദ്യം 22. കേരള ചരിത്രത്തിൽ ലാന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? കേരള ചരിത്രത്തിൽ ലാന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഡച്ചുകാർ. ചോദ്യം 23. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏത് പ്രക്ഷോഭത്തിൻ്റേതാണ്? തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏത് പ്രക്ഷോഭത്തിൻ്റേതാണ്? ഉത്തരം മലയാളി മെമ്മോറിയൽ. ചോദ്യം 24. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ആരുടേതാണ്? തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഉത്തരം ബാരിസ്റ്റർ GP പിള്ള. ചോദ്യം 25. നെഹ്റുവിൻ്റെ വിദേശനയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നെഹ്റുവിൻ്റെ വിദേശനയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ചേരിചേരാ നയം. ചോദ്യം 26. വരിക വരിക സഹചരേ എന്ന ഗാനം എഴുതിയത് ആരാണ്? വരിക വരിക സഹചരേ എന്ന സമരഗാനം എഴുതിയത് ആരാണ്? ഉത്തരം അംശി നാരായണപിള്ള. ചോദ്യം 27. ജന്മകാരുണ്യ ഭാരതം കർമ്മമേദിനി ഭാരതം എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ജന്മകാരുണ്യ ഭാരതം കർമ്മമേദിനി ഭാരതം എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം P. ഭാസ്കരൻ. ചോദ്യം 28. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആര്? ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ചോദ്യം 29. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം CR ദാസ്. ചോദ്യം 30. വിവരാവകാശം നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? വിവരാവകാശം നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ്. ചോദ്യം 31. സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന സുപ്രധാന നയം കോൺഗ്രസ് ആവിഷ്കരിച്ച സമ്മേളനം ഏതാണ്? സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന സുപ്രധാന നയം കോൺഗ്രസ് ആവിഷ്കരിച്ച സമ്മേളനം ഏതാണ്?
ഉത്തരം 1929 ലാഹോർ സമ്മേളനം. ചോദ്യം 32. 1929 ലാഹോറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? 1929 ലാഹോറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് ആര്? 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ചോദ്യം 34. 1938 നെഹ്റു രൂപവൽക്കരിച്ച കമ്മിറ്റിയുടെ പേര് എന്താണ്? 1938 നെഹ്റു രൂപവൽക്കരിച്ച കമ്മിറ്റിയുടെ പേര് എന്താണ്? ഉത്തരം നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. ചോദ്യം 35. ഗാന്ധിജി ആരംഭിച്ച ഹരിജൻ പത്രവും യങ് ഇന്ത്യയും ഏതു ഭാഷയിലായിരുന്നു? ഗാന്ധിജി ആരംഭിച്ച ഹരിജൻ പത്രവും യങ് ഇന്ത്യയും ഏതു ഭാഷയിലായിരുന്നു? ഉത്തരം ഇംഗ്ലീഷ് ഭാഷയിൽ. ചോദ്യം 36. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം MK കുമാരൻ മാസ്റ്റർ. ചോദ്യം 37. ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത്? ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത്? ഉത്തരം ബംഗാൾ വിഭജനം. ചോദ്യം 38. ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജ്യോതിറാവു ഫുലെ. ചോദ്യം 39. ഇന്ത്യയുടെ ഉരുക്കുവനിത എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയുടെ ഉരുക്കുവനിത എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധി. ചോദ്യം 40. 2025 ശ്രീനാരായണ ഗുരുവിൻ്റെ എത്രാമത്തെ ജന്മദിനമാണ് ആഘോഷിച്ചത്? 2025 ശ്രീനാരായണ ഗുരുവിൻ്റെ എത്രാമത്തെ ജന്മദിനമാണ് ആഘോഷിച്ചത്? ഉത്തരം 171ാമത്തെ. ചോദ്യം 41. 2025 അയ്യങ്കാളിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആഘോഷിച്ചത്? 2025 അയ്യങ്കാളിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആഘോഷിച്ചത്? ഉത്തരം 162. ചോദ്യം 42. അയ്യങ്കാളി ജയന്തി എന്നാണ്? അയ്യങ്കാളി ജയന്തി എന്നാണ്? ഉത്തരം ആഗസ്റ്റ് 28. ചോദ്യം 43. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദൻ അന്തരിച്ചത് എന്നാണ്? കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദൻ അന്തരിച്ചത് എന്നാണ്? ഉത്തരം 2025 ജൂലൈ 21. ചോദ്യം 44. ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽപാലം ഏതാണ്? ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽപാലം ഏതാണ്? ഉത്തരം അഞ്ചിഗാഡ് പാലം. ചോദ്യം 45. ഏറ്റവും വലിയ മെഗാ ശുചിത്വ പരിപാടി നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? ഏറ്റവും വലിയ മെഗാ ശുചിത്വ പരിപാടി നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? ഉത്തരം ഒഡീഷയിലെ നുവാപാഡ. ചോദ്യം 46. കേരളത്തിലെ ആദ്യ AI ആൻഡ് റോബോട്ടിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ AI ആൻഡ് റോബോട്ടിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം കൊട്ടാരക്കര. ചോദ്യം 47.
2025 ജൂലൈയിൽ രാജിവെച്ച ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആരാണ്? 2025 ജൂലൈയിൽ രാജിവെച്ച ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആരാണ്? ഉത്തരം ജഗദീപ് ധൻഖർ. ചോദ്യം 48. 2025 ജൂലൈയിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത കേരളത്തിൽ നിന്നുള്ള വ്യക്തി ആരാണ്? 2025 ജൂലൈയിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത കേരളത്തിൽ നിന്നുള്ള വ്യക്തി ആരാണ്? ഉത്തരം സി സദാനന്ദൻ. ചോദ്യം 49. സംസ്ഥാനത്തെ 14 ജില്ലകളിലും മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സംസ്ഥാനത്തെ 14 ജില്ലകളിലും മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. ചോദ്യം 50. 2027 നടക്കുന്ന 39ാമത് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? 2027 നടക്കുന്ന 39ാമത് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? ഉത്തരം മേഘാലയ. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്, സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അടുത്തു തന്നെ നല്ലൊരു വീഡിയോയുമായി വരാം. ബൈ.